ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഈ റെസിപ്പി നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനായി ഒരു ബൗളിനകത്തേക്ക് 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മൈദപ്പൊടിയിലേക്ക് മഞ്ഞളും ബേക്കിംഗ് പൗഡറും അതുപോലെ ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വിധത്തിൽ ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പുട്ടുപൊടിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് തന്നെ ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പിന്നീട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം നമുക്കിത് കവർ ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ആ മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്ന സമയം വരെ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൈ ഉപയോഗിച്ച് ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവ് തയ്യാറാക്കുന്നതിലും കുറച്ച് ലൂസായ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഡോ ഉണ്ടാവുക. അപ്പോൾ നന്നായി കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഒട്ടുന്ന ഒരു പരുവമായതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മൈദ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവിയതിന് ശേഷം അതുകൂടെ ഇതിന് മുകളിലായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കവർ ചെയ്ത് ഞാനിത് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമുക്കിത് കൈവച്ച് പ്രസ് ചെയ്തും പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ഒരു റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കാവുന്നതാണ്. ഇത് കുറച്ച് തിക്കായിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ സൈഡിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം കത്തി ഉപയോഗിച്ച് ഞാനിതിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീളത്തിൽ ഇങ്ങനെ വരഞ്ഞതിന് ശേഷം സൈഡിലോട്ടും ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. മുഴുവനായി കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ ഒരു കനത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വെട്ട് കേക്കിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ നമുക്ക് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തി ഉപയോഗിച്ച് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി നിൽക്കുന്ന ഓയിലിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കുക. പിന്നീട് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഓയിലിന് നല്ല ചൂടുണ്ടായിരിക്കണം. അതിനുശേഷം ഇത് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നീട് ഞാനിത് തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്താണ് നമ്മളിത് അടുപ്പിൽ നിന്ന് കോരി മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ചൂട് തട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് അടുപ്പിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള
ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പവുമാണ്. അപ്പോൾ കുട്ടികളെല്ലാം ഹോസ്റ്റലിലെല്ലാം പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഞാനിത് എപ്പോഴും ഉണ്ടാക്കി വീടുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഏകദേശം ഒരു മാസത്തോളം എല്ലാം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റിയും ആയിട്ടുള്ള ഈ സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്